കെമിസ്ട്രി ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ കൺസ്ട്രെയിൻറ്റ്സ് നമുക്ക് ആദ്യം നോക്കാം. ഒരു ചെറിയ ടോപ്പിക്കാണ്, അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. വളരെ മുമ്പ് ഈ റീസെൻ്റ് നടന്ന എക്സാംസിനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ മുമ്പ് നടന്ന എക്സാമിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്സ് മീൻസ് എന്താ? ദ ജോമെട്രിക്കൽ ഓർ കൈനമെറ്റിക് റെസ്ട്രിക്ഷൻസ് ഓൺ ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. റെസ്ട്രിക്ഷൻസ് ആണ് അല്ലേ, അതിൻ്റെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രെയിൻ ഈസ് എ ലിമിറ്റേഷൻ എന്ന് പറയാം. ലിമിറ്റേഷൻ ഓർ റെസ്ട്രിക്ഷൻ ഓൺ ദ മോഷൻ ഓർ ബിഹേവിയർ ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് പറയാം എ കൺസ്ട്രെയിൻറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോർഡിനേറ്റ്, വെലോസിറ്റി ഓർ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. It is a mathematical relation between coordinate, velocity or acceleration of a system. Mathematical relation between coordinate, velocity or acceleration of a system അങ്ങനെയും പറയാം നമുക്ക്. അതുപോലെ എക്സാമ്പിൾസ്, അതിന് എക്സാമ്പിൾസ് വരുന്നത് ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി. മോഷൻ ഓഫ് എ റിജിഡ് ബോഡി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൺസ്ട്രെയിൻ മോഷൻ ആണ് അല്ലേ. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് ബോഡി ഈസ് എ കണ്ടീഷൻ എന്താ പറയുന്നത്? റിജിഡ് ബോഡി ഇല്ലേ. റിജിഡ് ബോഡി മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് റിമെയിൻ ഫിക്സ്ഡ് ഇല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് റിമെയിൻ ഫിക്സ്ഡ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ മോഷനാണ് ഇല്ലേ. നമ്മൾ റിജിഡ് ബോഡി എങ്ങനെ മൂവ് ചെയ്താലും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും ചേഞ്ച് വരത്തില്ല. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൺസ്ട്രെയിൻ മോഷൻ, റിജിഡ് ബോഡിയുടെ കേസ്. നെക്സ്റ്റ് ദ മോഷൻ ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ വിത്തിൻ എ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുകയാണ് ഇല്ലേ. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ മോഷനാണ്. കാര്യം ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ പുറത്തോട്ട് എന്ത് വരില്ല, ആ വെസലിൻ്റെ പുറത്തോട്ട്, ആ കണ്ടെയ്നറിൻ്റെ പുറത്തേക്ക് ആ ഗ്യാസ് മോളിക്യൂൾസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ മോഷനാണ് ഇല്ലേ. സിമ്പിൾ പെൻഡുലം എന്താണ്? ഒരു കൺസ്ട്രെയിൻ മോഷനാണ്. സിമ്പിൾ പെൻഡുലം മൂവ് വിത്ത് റിജിഡ് സപ്പോർട്ട് ഇല്ലേ. റിജിഡ് സപ്പോർട്ടിൽ മൂവ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലം ഈസ് എ കൺസ്ട്രെയിൻസ് ആണ് അല്ലേ. ദിസ് ഈസ് സിമ്പിൾ പെൻഡുലം, ഇതാണ് റിജിഡ് സപ്പോർട്ട് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ആൻ കൺസ്ട്രെയിൻ മോഷൻ. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രെയിൻ മോഷൻ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസ് ആർ ജോമെട്രിക്കൽ ഓർ കൈനമാറ്റിക് റെസ്ട്രിക്ഷൻ ഓൺ ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ഇതിനെ നമുക്കൊരു ഇക്വേഷനായിട്ടും എഴുതാം ഇല്ലേ. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ കോർഡിനേറ്റ്, വെലോസിറ്റി ഓർ ആക്സിലറേഷൻ. ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഈ കൺസ്ട്രെയിൻസിനെ. ഇനി കൺസ്ട്രെയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോളോണോമിക്, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വെലോസിറ്റി. വെലോസിറ്റിയുടെ ബേസിസിൽ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ഹോളോണോമിക് ആൻഡ് നോൺ ഹോളോണോമിക്. ബേസ്ഡ് ഓൺ ടൈമിൻ്റെ ക്ലാസിഫിക്കേഷനിൽ സ്ക്ലീറോണോമസ് ആൻഡ് റിയോണോമസ്. അതുപോലെ ബേസ്ഡ് ഓൺ എനർജി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു കൺസർവേറ്റീവ് ആൻഡ് ഡിസിപ്പേറ്റീവ്. ആൻഡ് ബേസ്ഡ് ഓൺ ഇനിക്വാലിറ്റി, ഇതിങ്ങനെ ചോദിക്കാറില്ല. ബേസ്ഡ് ഓൺ ഇനിക്വാലിറ്റി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഹോളോണോമിക്, നോൺ ഹോളോണോമിക്, സ്ക്ലീറോണോമസ്, റിയോണോമസ്, കൺസർവേറ്റീവ്, ഡിസിപ്പേറ്റീവ്, യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. ഫസ്റ്റ് നമുക്ക് നോക്കാം ഹോളോണോമിക്. Holonomic constraint can be expressed as a function in terms of coordinate and time. It can be expressed as a function in terms of coordinate and time. ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാൻ പറ്റിയാൽ ഇറ്റ് ഈസ് കാൾഡ് ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്. എഫ് ഓഫ് ആർ ഓൺ ആർ ടു ടി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഒരു ഈക്വൽ ടു സൈനും വന്നു അവിടെ. ദിസ് ഇസ് കാൾഡ് ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഈ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി. ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് ഇറ്റ് ഈസ് independent of velocity. Velocity term വരാറില്ല. independent of velocity. If a constraint relation contain velocity and upon our integration with respect to time, it can be made free from velocity. Okay, but it is independent of velocity. It is called a holonomic constraint.
എ കൺസ്ട്രെയിന്റ് ഇൻവോൾവ് ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡിയുടെ കേസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് റിമെയിൻ ഫിക്സ്ഡ് ഇല്ലേ. അപ്പോൾ നമ്മൾ റിജിഡ് ബോഡിയുടെ കേസ് പറയുവാണെങ്കിൽ ദിസ് എ റിജിഡ് ബോഡി RG ഇല്ലേ, ഇതാണ് RI മൈനസ് RJ സ്ക്വയർ ഇസ് ഈക്വൽ ടു CIJ സ്ക്വയർ. ആ ഡിസ്റ്റൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്തൊരു ഇക്വേഷൻ്റെ ടേമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. Therefore, it is called a holonomic constraint. Next, a bead moves along the surface of a sphere. ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ ആണ് ബീഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് കൺസ്ട്രെയിൻ ആണ്? ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ് അതിൻ്റെ വരുന്നത് ഇല്ലേ. അതായത് അതൊരു ഇക്വേഷൻ്റെ ഫോമിൽ നമുക്ക് എഴുതാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ആർ സ്ക്വയർ ഇല്ലേ. ആർ സ്ക്വയർ ആ റേഡിയസിലല്ലേ ഇത് മൂവ് ചെയ്യുന്നത് എക്സ് സ്ക്വയർ. അപ്പോൾ ആ ബീഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താണ് ആ ബീഡ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻ വിച്ച് ആർ നോട്ട് ഹോളോണോമിക്. അതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നോൺ ഹോളോണോമിക്കിൽ വരുന്നത്. ഇക്വേഷൻസ് ഇൻവോൾവിങ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ടേംസിൽ എഫ് ഓഫ് ആർ എൻ ഡോട്ട് എക്സെട്ര ആർ എൻ ഡോട്ട് ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ വെലോസിറ്റിയുടെ ടേം വന്നാൽ നമ്മൾ പറഞ്ഞു അതെന്താണ്? നോൺ ഹോളോണോമിക് ആണ്. ഹോളോണോമിക് എഴുതാൻ പറ്റത്തില്ല. അതുപോലെ കൺസ്ട്രെയിൻ ആസ് ഇൻ ഇൻഇക്വാലിറ്റീസ്, ഇൻഇക്വാലിറ്റിയുടെ ഫോമിൽ എഴുതിയാലും അതെന്താണ്? നോൺ ഹോളോണോമിക് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹോളോണോമിക് പറയുമ്പോൾ അതെന്താണ്? ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് കോർഡിനേറ്റ് ആൻഡ് ടൈം, വെലോസിറ്റി വരുന്നില്ല. അപ്പോൾ അതാണ് ഹോളോണോമിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈക്വൽ ടു സൈൻ വരുന്നുണ്ട്. ഈക്വൽ ടു സൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും കൺസ്ട്രെയിൻ ഇക്വേഷൻ. ദാറ്റ് ഈസ് RI മൈനസ് RJ സ്ക്വയർ ഇസ് ഈക്വൽ ടു CIJ സ്ക്വയർ ഇൻ കേസ് ഓഫ് എ റിജിഡ് ബോഡി ഓർ എ ബീഡ് മൂവ്സ് അലോങ് ദ സർഫസ് ഓഫ് എ സ്ഫിയർ. അതും എന്താണ്? ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ്. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് വെലോസിറ്റി or constraint as in inequalities, that is a bead moves inside the sphere. സ്ഫിയറിനകത്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞ സർഫസ് ആണ്, സ്ഫിയറിൻ്റെ സർഫസിലാണ് ബീഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏത് ആ ഒരു ഇക്വേഷൻ, അതായത് അതിൻ്റെ അതിൻ്റെ ഡിസ്റ്റൻസ് ഏത് വരെ വരാം? റേഡിയസ് വരെ വരാം. സർഫസിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഒരു സ്ഫിയറിൻ്റെ അകത്താണെങ്കിൽ ഒരു ബീഡ് മൂവ് ചെയ്യുന്നെങ്കിൽ അകത്ത് ഏത് പോയിന്റിൽ വേണോ എന്ത് വരാം? ബീഡിൻ്റെ ലൊക്കേഷൻ വരാം. അതായത് എക്സ് സ്ക്വയർ ബീഡിൻ്റെ ലൊക്കേഷൻ എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ആർ സ്ക്വയർ ആണ്. റേഡിയസ് ആർ ആണെങ്കിൽ ലെസ് ദാൻ ആർ സ്ക്വയർ ആണ് ഇല്ലേ. അതിന് സർഫസ് വരത്തില്ല, അതിനകത്ത് റേഡിയസിനകത്ത് ഇവിടെ വേണോ വരാം. അപ്പോൾ അതൊരു ഇൻഇക്വാലിറ്റിയുടെ ഫോമില, ഇൻഇക്വാലിറ്റി ഫോമില നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് കാൾഡ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ സ്ക്ലീറോണോമസ് ആൻഡ് റിയോണോമസ്. ഇഫ് ദ ഇക്വേഷൻ ഓഫ് കൺസ്ട്രെയിൻ ഡു നോട്ട് കണ്ടെയ്ൻ ടൈം ആസ് എക്സ്പ്ലിസിറ്റ് വേരിയബിൾ, ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ടൈമിൻ്റെ ബേസിലാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്ക്ലീറോണോമസ്, റിയോണോമസ്. ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സ്ക്ലീറോണോമസ്. അതായത് സിമ്പിൾ പെൻഡുലം വിത്ത് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്. സിമ്പിൾ പെൻഡുലം വിത്ത്, അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ നമ്മൾ പറഞ്ഞു ഇല്ലേ, സിമ്പിൾ പെൻഡുലം ഇതാണ് ഇല്ലേ, ഇതിൻ്റെ ഇത്രയും വരത്തില്ല, എല്ലാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എൽ സ്ക്വയർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണെങ്കിൽ ആ ലെങ്ത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല. ഓക്കെ, ദെർഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ആ ടൈം ഡിപ്പെൻഡ് വരുന്നില്ല ആ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ. അപ്പോൾ അതെന്ത് പറയുന്നത്? സ്ക്ലീറോണോമസ് ആണ്. If the equation of constraint contain time as explicit variable, then it is called rheonomous. ഇപ്പോൾ സിമ്പിൾ പെൻഡുലം വിത്ത് എക്സ്റ്റെൻസിബിൾ സ്ട്രിങ്, അതായത് ലെങ്ത് എന്ന് പറഞ്ഞ ടൈമിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ലെങ്ത് L is equal to it is a function of time. L is a function of time ആണെങ്കിൽ which is called rheonomous constraint. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് നമുക്കറിയാം ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് കൺസർവ്ഡ്, ദറ്റ് ഈസ് കാൾഡ് കൺസർവേറ്റീവ്. ഡിസിപ്പേറ്റീവ്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് നോട്ട് കൺസർവ്ഡ്, ദറ്റ് ഈസ് കാൾഡ് ഡിസിപ്പേറ്റീവ്. കൺസർവേറ്റീവ് ആൻഡ് റിജിഡ് ബോഡി നമ്മൾ പറഞ്ഞ സിമ്പിൾ പെൻഡുലം എല്ലാം കൺസർവേറ്റീവിന് എക്സാമ്പിൾ ആണ്. ഡിസിപ്പേറ്റീവിന് എക്സാമ്പിൾ ആണ് എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്ടിങ് സ്പെറിക്കൽ ഗ്യാസ് കണ്ടെയ്നർ, ഡീഫോമബിൾ ബോഡി, അതൊക്കെ എന്താണ്? ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. ഇനി യൂണിലാറ്ററൽ ബൈലാറ്ററൽ കൺസ്ട്രെയിൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറയാം. ബൈലാറ്ററൽ കൺസ്ട്രെയിൻ അറ്റ് എവറി പോയിന്റ് ഓൺ ദ കൺസ്ട്രെയിൻ സർഫസ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മോഷൻസ് ഈസ് പോസിബിൾ. സിമ്പിൾ പെൻഡുലം കേസ്.
ഓക്കെ, ബൈലാറ്ററൽ കൺസ്ട്രെയിൻ ആണ്. യൂണിലാറ്ററൽ കൺസ്ട്രെയിൻ ആണ് only forward motion or backward motion is possible. That is called unilateral constraint. ഓക്കെ, ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ കൺസ്ട്രെയിൻ സർഫസിൽ ഫോർവേഡ് മോഷനും ബാക്ക്വേർഡ് മോഷനും പോസിബിൾ ആണ്. യൂണിലാറ്ററൽ ഏതെങ്കിലും ഒന്ന് മതി വരും. അതായത് നമ്മൾ സൈക്കിൾ ട്രെയിനിലെ മൂവ് ചെയ്യുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നവരെ ഫോർവേഡ് മോഷൻ മാത്രമല്ലേ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, ഒരു യൂണിലാറ്ററൽ കൺസ്ട്രെയിൻ ആണ്. ബൈലാറ്ററൽ പറയുമ്പോൾ സിമ്പിൾ പെൻഡുലം എല്ലാം ബൈലാറ്ററൽ കൺസ്ട്രെയിൻ ആണ്. ജസ്റ്റ് അത് ബൈലാറ്ററൽ യൂണിലാറ്ററൽ ചോദിച്ച് കണ്ടിട്ടില്ല. കൺസർവേറ്റീവ്, ഡിസ്ട്രിപ്റ്റേറ്റീവ്, ഹോളോണോമിക്, നോൺ ഹോളോണോമിക്, റിയോണോമസ്, സ്ക്ലീറോണോമസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ബൈലാറ്ററൽ നമുക്ക് ഇക്വേഷൻ്റെ ഫോമിലും എഴുതാൻ പറ്റും. യൂണിലാറ്ററൽ എന്താണ്, ഇനീക്വാലിറ്റി ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ ബൈലാറ്ററൽ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഹോളോണോമിക് കൺസ്ട്രെയിൻ ഇല്ല. ഹോളോണോമിക് നമുക്ക് എന്ത് ഫോമിൽ എഴുതാം, ഇക്വേഷൻ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹോളോണോമിക് കൺസ്ട്രെയിൻ ഇല്ല. അപ്പോൾ എവരി ഹോളോണോമിക് കൺസ്ട്രെയിൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ബൈലാറ്ററൽ, ബട്ട് നോട്ട് എവരി ബൈലാറ്ററൽ constraint can be expressed as holonomic. രണ്ടും സെയിം അല്ല. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. റിജിഡ് ബോഡി നമ്മൾ പറഞ്ഞു കൺസർവേറ്റീവ് ആണ് ഇല്ലേ. മെക്കാനിക്കൽ എനർജി ഓഫ് സിസ്റ്റം ഈസ് കൺസർവ്ഡ് ആണ്. സ്ക്ലീറോണോമസ് ടൈം ഇൻഡിപെൻഡന്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് റിമെയിൻസ് ഫിക്സ്ഡ് ഇല്ലേ, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ഹോളോണോമിക് ആണ്. ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും, വെലോസിറ്റി ടേം വരുന്നില്ല. ഓക്കെ, ഡീഫോമബിൾ ബോഡി ഡിസിപ്പേറ്റീവ് ആണ്. ടോട്ടൽ മെക്കാനിക്കൽ നോട്ട് കൺസർവ്ഡ്. റിയോണോമസ് അല്ലേ, റിയോണോമസ് എന്ന് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ടൈം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ട് പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹോളോണോമിക് നമുക്ക് ഇക്വേഷൻ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ടാണ്. അപ്പോൾ എന്താണ്, കൺസർവേറ്റീവ് ആണ്. മെക്കാനിക്കൽ എനർജി സിസ്റ്റം ഈസ് കൺസർവ്ഡ്. സ്ക്ലീറോണോമസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഹോളോണോമിക് ഇക്വേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും, അതിൽ വെലോസിറ്റി ടേം വരുന്നില്ല. ഇത് മുമ്പ് നടന്ന എക്സാമിന് വന്ന MCQs ആണ്. A rigid body is an example of for a system of particle with dash constraint. Rigid body എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്ക്ലീറോണോമസ് ആൻഡ് ഹോളോണോമിക് ആണ്. സ്ക്ലീറോണോമസ് ആൻഡ് ഹോളോണോമിക്. എ പാർട്ടിക്കിൾ മൂവ്സ് along the rim of a circle of radius ഇല്ലേ, അതായത് ആ സർഫസ്, ആ ഒരു സർഫസിന് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ഒരു ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ് ഇല്ലേ. ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രെയിൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഇക്വേഷൻ കണക്റ്റിംഗ് കോർഡിനേറ്റ് ആൻഡ് ടൈം. കോർഡിനേറ്റ് ടൈം ആണെങ്കിൽ ഹോളോണോമിക് ആണ് ഇല്ലേ. വെലോസിറ്റി ടൈം വരുമ്പോഴാണ് എന്താവുന്നത്, നോൺ ഹോളോണോമിക് ആയിരുന്നത്. ഇൻ കേസ് ഓഫ് സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ട് എന്താണ്, ഹോളോണോമിക്, സ്ക്ലീറോണോമസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. കൺസ്ട്രെയിൻ ഓഫ് എ പാർട്ടിക്കിൾ ഫ്രീ ടു മൂവ് ഇൻസൈഡ് എ സ്പെറിക്കൽ വെസൽ. ആ സ്പെറിക്കൽ വെസലിനകത്ത് എന്ത് ചെയ്യുന്നതാണ്, മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, സ്ക്ലീറോണോമസ് ആണ്. അതുപോലെ എന്താണ്, നോൺ ഹോളോണോമിക്കും ആണ്. നോൺ ഹോളോണോമിക് അല്ലേ അത്. ഓക്കെ, ഇനിക്വാലിറ്റി ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇത് മുമ്പ് നടന്ന സയൻറ്റിഫിക് ഓഫ് ഫിക്സർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അൺകൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ അതിൽ ഏറ്റവും എന്താണ് ഒരുവിധം അടുത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് അൺകൺസ്ട്രെയിൻഡ് മോഷൻ. ടു പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ദെയർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ. എ പാർട്ടിക്കിൾ സ്ലൈഡിങ് ഓൺ എ വയർ. അതെന്താണ്, കൺസ്ട്രെയിൻ മോഷൻ ആണ്. സ്ലൈഡിങ് ഓൺ എ വയർ സിമ്പിൾ പെൻഡുലം കൺസ്ട്രെയിൻ ആണ്. എ പാർട്ടിക്കിൾ അറ്റാച്ച്ഡ് ടു എ സിലിണ്ടർ റോളിംഗ് ഓൺ എ ഫിക്സ്ഡ് സർഫസ്. അതും എന്താണ്, ഒരു കൺസ്ട്രെയിൻ മോഷൻ ആണ്. അപ്പോൾ ഇതിൽ അൺകൺസ്ട്രെയിൻഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ടു പാർട്ടിക്കിൾസ് മൂവിങ് അണ്ടർ ദെയർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ